നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ജൂലൈ 24 വ്യാഴം. തുടരും, പടരും. ആൾക്കൂട്ടത്തിൽ അലിഞ്ഞ് അന്ത്യയാത്ര. ഇങ്ങനെ ഒരു വിട ചരിത്രത്തിലാദ്യം. വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം. മകൻ BA അരുൺകുമാർ ചിതയ്ക്ക് തീ കൊളുത്തി. 29 മണിക്കൂർ നീണ്ട വിലാപയാത്ര. രാവുറങ്ങാതെ ഒരു നാട്. കോരിച്ചൊരിയുന്ന മഴയിലും ഒരു നോക്ക് കാണാൻ ആഭാലവൃദ്ധം. PS ഉയർത്തിയ ചെങ്കൊടിയും രാഷ്ട്രീയവും ഏറ്റെടുത്ത് ലക്ഷങ്ങൾ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. രക്തസാക്ഷികളും സമരനായകരും വിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിൽ ചരിത്രം എരിഞ്ഞ് ഉയർന്നപ്പോൾ രണേതിഹാസങ്ങളുടെ വീരചരിതമുറങ്ങുന്ന ചൊരിമണൽപ്പരപ്പിൽ കാലം കാതോർത്തു നിന്നു. നാട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് രണ്ടക്ഷരങ്ങളിൽ നൂറ്റാണ്ടിൻ്റെ സഹനവും പോരാട്ടവും കണ്ണീരും കാത്തുവെച്ച ചരിത്രത്തെ. ഇൻകിലാബിൻ്റെ ഇടിമുഴക്കം ചക്രവാളങ്ങളിൽ പ്രതിധ്വനിക്കവേ 1000 കരങ്ങൾ ഒരേ വികാരത്തോടെ ചെങ്കൊടി വീശി. പെരുമഴയിലും അണയാത്ത തീയായി വെള്ളടി പോലെ പ്രവഹിച്ച മൂർച്ചയേറിയ വാക്ക് കേൾക്കാൻ ആവേശപൂർവം ഓടിയെത്തിയ അതേ ആൾത്തിരക്ക് വെടിയുണ്ടകളെ തോൽപ്പിച്ച സ്വാതന്ത്ര്യദാഹികളുടെ മണ്ണിൽ അവസാന യാത്രയിലും പ്രിയപുത്രനെ അനുഗമിച്ചു. ഒറ്റയ്ക്കൊരു പദയാത്ര. രമണി ബാബു. BSന് അവസാനമായി ഒരു നോക്ക് കാണാൻ ആദരമർപ്പിക്കാൻ ചെങ്കൊടിയേന്തി മുദ്രാവാക്യം വിളിച്ചു നീങ്ങിയ വീട്ടമ്മ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും BSനോടും നാടിൻ്റെ വികാര വായ്പിൻ്റെ പ്രതീകമായി. അതെ, പാർട്ടിയാണ് എല്ലാം, എല്ലാമാണ് പാർട്ടി. BSന് ചിതയിലേക്കെടുക്കുന്ന പാർട്ടി സഖാക്കൾ. വീരജ്വാലയായി സമരസൂര്യൻ ഇനി ചരിത്രം. ഹൃദയം പകർത്തു നൽകിയ ജനസഞ്ചയം പുതിയ പോരാട്ടത്തിൻ്റെ പ്രതിജ്ഞയെടുത്തു. ചരിത്രമേ വിട. വേലിക്കകത്ത് വീട്ടിൽ സ്നേഹപ്പൂക്കളുമായി തീയായി
കനലായി നെഞ്ചിൽ തന്നെ. ആലപ്പുഴയുടെ വിപ്ലവ മണ്ണിലേക്ക് എത്തവേ പിന്നിട്ട 2 ദിനരാത്രങ്ങളിൽ നാടാകെ ഉയർന്ന മുദ്രാവാക്യങ്ങൾക്ക് അനീതിയുടെ മാറു തുളയ്ക്കുമ ഒരു വാരിക്കുന്തത്തിൻ്റെ മൂർച്ചയായി. കമ്മ്യൂണിസ്റ്റിന് ഒടുക്കമില്ലെന്നും അതൊരു തുടർച്ചയാണെന്നും തെളിയിച്ചു VS ഉയർത്തിയ മുദ്രാവാക്യം. ശാശ്വതമാക്കുമെന്ന് പ്രഖ്യാപിച്ച് ആലപ്പുഴയിൽ ഒത്തുചേർന്ന കേരളം. ഈ കാണുന്ന ജനക്കൂട്ടം കമ്മ്യൂണിസം അവസാനിച്ചെന്ന് പറയാൻ വന്നവരല്ല, കമ്മ്യൂണിസം തുടരുമെന്ന് പറയാൻ വന്നവരാണ്. അതെ, കമ്മ്യൂണിസം ഇനിയും തുടർന്ന് കേരള ജനത്തിന് കേരളമാകെ പടർന്ന് പന്തലിക്കാൻ കമ്മ്യൂണിസത്തിനാകുമെന്നും കമ്മ്യൂണിസം അവസാനിക്കുകയല്ല എന്നും തെളിയിക്കാനാണ് അവർ വന്നത്. അവർ വീരപുത്രൻ സഖാവ് VSന് വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് അവർ കമ്മ്യൂണിസത്തെ മുറുകെ പിടിച്ച് കമ്മ്യൂണിസത്തെ മുന്നോട്ട് നയിക്കുവാൻ തയ്യാറായി വന്നവരാണ് ഈ കാണുന്ന ജനങ്ങൾ. കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ. കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിൽ മുദ്രാവാക്യങ്ങൾ ഇടിമുഴക്കമായി. ദേശാഭിമാനി എഡിറ്റോറിയൽ. ഇനിയും ജ്വലിക്കും ആ സമരാഗ്നി. ചെങ്കൊടിക്കീഴിൽ CPIM നേതൃനിരയിൽ ജ്വലിച്ച മഹാവിപ്ലവകാരി അന്ത്യാഭിവാദ്യ പൂക്കൾ പുതച്ച് പോരാളികൾ ഉറങ്ങുന്ന രണഭൂമിയിൽ ലയിച്ചു. ജനലക്ഷങ്ങൾ കണ്ടമിടറി മുഴക്കിയ ഇൻകിലാബിനാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ അഗ്നിക്ക് പോലും കെടുത്താനാകാത്ത സമരാഗ്നിയെ സ്വീകരിക്കാൻ വലിയ ചുടുകാട് ഒരിക്കൽ കൂടി ചുവന്നു. കേരളത്തിൻ്റെ ഭൂപടമാകെ പ്രക്ഷോഭമുദ്ര കൊണ്ട് അടയാളമിട്ട പുന്നപ്ര വയലാറിൻ്റെ പുത്രൻ ജനഹൃദയങ്ങളിലെ നിത്യസ്മരണ. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവും CPIM സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ VS അച്യുതാനന്ദൻ ഇനി രണസ്മരണകളിൽ തുടിക്കുന്ന അമരഗാഥ. ഉയിരും ഊർജവും ആയുസ്സും എല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും ജനങ്ങൾക്കും വേണ്ടി ചെലവഴിച്ച ജനനായകന് അദ്ദേഹം വേർപിരിഞ്ഞ തിങ്കൾ വൈകിട്ട് മുതൽ വലിയ ചുടുകാട്ടിൽ അഗ്നി അമരും വരെ പ്രിയ ജനത നൽകിയത് പോരാളികൾക്ക് മാത്രം ലഭിക്കുന്ന വീരോചിത വിടവാങ്ങൽ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ വീറും സർഗാത്മകതയുമായിരുന്ന VSൻ്റെ പ്രവർത്തനങ്ങളിലാകെ നിറഞ്ഞു നിന്നത് പാർട്ടി നേതൃത്വം കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങൾക്കും നിഗമനങ്ങൾക്കും രൂപീകരിക്കുന്ന ആശയങ്ങൾക്കും മൂർത്തരൂപം നൽകുന്നതിനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയാണ് VS CPIMൻ്റെ നേതൃനിരയിലേക്ക് ഉയർന്നത്. പാർട്ടിയെ ബഹുജന വിപ്ലവ പ്രസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വിഭാഗം ജനങ്ങളെയും പാർട്ടിക്ക് പിന്നിൽ നിർത്തുക എന്ന ദൗത്യമാണ് സഖാവ് ജീവിതത്തിലുടനീളം നിർവഹിച്ചത്. ആ വികാര വായ്പാണ് CPIM നേതാക്കളും പ്രവർത്തകരും അനുഭാവി കുടുംബങ്ങളും ഉൾപ്പെടെ കേരള ജനത പ്രകടിപ്പിച്ചത്. VSൻ്റെ വേർപാടറിഞ്ഞ നിമിഷം അണമുറിഞ്ഞെത്തിയവർ ജനസാഗരം തന്നെ തീർത്തു. പാതയോരങ്ങളിൽ
രാവിളക്കുവോളം കാത്തുനിന്ന കടന്ന് ജന്മനാടായ ആലപ്പുഴ പുന്നപ്ര വേലിക്കകത്ത് വീട്ടിൽ വിലാപയാത്രയായി എത്തിയപ്പോൾ സമയം പകൽ 12:30 ആയി. VS വന്നു, കല്ലിനു പകരം 6 മാസത്തിനകം ഹജ്ജ് ഹൗസ്. കരിപ്പൂരിലെ ഹജ്ജ് ഹൗസ് കെട്ടിടം നോക്കണേ. 2006 അധികാരത്തിൽ വന്ന VS സർക്കാരാണ് കരിപ്പൂർ ഹജ്ജ് ഹൗസിന് സ്ഥലം ഏറ്റെടുത്ത് 6 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയത്. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ ചിരകാല അഭിലാഷമായിരുന്ന കരിപ്പൂരിലെ ഹജ്ജ് ഹൗസ് യാഥാർത്ഥ്യമാക്കിയത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്. ഹജ്ജ് തീർത്ഥാടകർക്ക് വിമാനത്താവളത്തോട് ചേർന്ന് വിശ്രമ കേന്ദ്രം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. 2000-ലാണ് കരിപ്പൂർ വിമാനത്താവളം ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രമാകുന്നത്. 2004 വരെ കൊണ്ടോട്ടി EMEA കോളേജിലായിരുന്നു താൽക്കാലിക ഹജ്ജ് ക്യാമ്പ്. വിമാനത്താവളത്തിൽ നിന്ന് ഇവിടേക്ക് 1 കിലോമീറ്ററുണ്ട്. ഇങ്ങോട്ടുള്ള യാത്ര തീർത്ഥാടകർക്ക് ഏറെ പ്രയാസമുണ്ട്. സ്ഥിരം ക്യാമ്പ് പണിയണമെന്ന തീർത്ഥാടകരുടെ ആവശ്യം Ese time.